ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 131 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 43 മുതൽ 46 വരെ, റോമർ 14 അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ശരി ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എങ്ങനെയുള്ളവർ മാംസാഹാരം ഭക്ഷിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ബലഹീനർ എന്നുള്ളതാണ്. റോമർ 14:2 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേന അല്ലെങ്കിൽ തൂലിക എന്നർത്ഥമുള്ള ഒരു ഉപകരണം. ഉത്തരം എഴുത്തുകോൽ എന്നുള്ളതാണ്. സങ്കീർത്തനം 45:1 വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിക്കിരയാക്കിയത് എന്തിനെ? അഗ്നിക്കിരയാക്കിയത് എന്തിനെ ഇതായിരുന്നു ചോദ്യം. ഉത്തരം രഥങ്ങളെ. സങ്കീർത്തനങ്ങൾ 46:9 വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു അവയവവും ആലയം എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റ പദം. ഉത്തരം ദന്തമന്ദിരം. സങ്കീർത്തനങ്ങൾ 45:8 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു എഴുത്തുകാരന്റെ സാഹിത്യ സൃഷ്ടി എന്ന് പറയാവുന്ന രണ്ടക്ഷര പദം എന്ത് എന്നുള്ളതാണ്. ഉത്തരം കൃതി എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 45:1 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത പോർഷൻസ് പറഞ്ഞുതരാം, നന്നായിട്ട് പഠിച്ചോളൂ. സങ്കീർത്തനങ്ങൾ 47 മുതൽ 50 വരെ, റോമർ 15 അധ്യായത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വായിച്ച് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.